بسم الله الرحمن الرحيم. From those around I hear a cry, a muffled sob, a hopeless sigh. I hear their footsteps leaving slow, and then I know my soul must fly. A chilly wind begins to blow within my soul from head to toe, and then last breath escapes my lips. It's time to leave and I must go. So it is true, but it's too late. They said each soul has its given day, when it must leave its body's core and meet with its eternal fate. Who mark the words that I do say? Who knows tomorrow could be your day? Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Alhamdulillahil wahidil qahhar, al-azizil jabbar, al-muhayminil ghaffar, ghafiril dhanbi qabilit tawb, lahul kitabu ilayhil iyab wa alayhil hisab. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين. هو الحي لا إله إلا هو فادعوه مخلصين له الدين. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരികളെ, നല്ലവരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ മുഴുവൻ റബ്ബുൽ ആലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി പാലിക്കുകയും മുസ്ലിമും മുഅ്മിനുമായി ജീവിക്കുന്നതോടൊപ്പം എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും മുസ്ലിമായി മുഅ്മിനായി മുവഹിദായി മരിക്കാനുതകുന്ന പ്രവർത്തനങ്ങളിൽ സജീവരാകണം എന്നുണർത്തുകയാണ്. ഈ മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് തൗഹീദിൻ്റെ പ്രാധാന്യം, ശിർക്ക് വരുന്ന വഴികൾ എന്ന വിഷയത്തെ അധികരിച്ചാണ് നിങ്ങളോട് എനിക്ക് ഏതാനും സമയം സംസാരിക്കാനുള്ളത്. ഒരു ദീർഘമായ സമയം എൻ്റെ മുമ്പിലില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഉണർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളാരും ഈ ഭൂമുഖത്ത് നമ്മുടെ തീരുമാനപ്രകാരം വന്നവരല്ല. ഈ ലോകം വിട്ട് മരണപ്പെട്ടു പോകുമ്പോഴും എല്ലാം ജീവിച്ച് കഴിഞ്ഞ്
ഇനി ഞാൻ മരിക്കുകയാണ് എന്ന് തീരുമാനിക്കുമ്പോഴുമല്ല നമ്മുടെ മരണം സംഭവിക്കാറുള്ളത്. അതെല്ലാം സർവശക്തനായ റബ്ബിൻ്റെ വ്യക്തമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത, ഒരു വ്യതിരിക്തത, അതിനനുസരിച്ചുള്ള ചില ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട് എന്നത് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അവൻ്റെ ഭൂമുഖത്തെ ജീവിതം, അവൻ്റെ മരണം, മരണശേഷമുള്ള അവൻ്റെ ജീവിതം എന്നിത്യാദി കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല അധ്യായങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുണ്ട്. മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത മനുഷ്യനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ മരണവും മരണശേഷമുള്ള ജീവിതമടക്കം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരുപാട് അനുഗ്രഹങ്ങളും മറ്റു ജീവജാലങ്ങളെക്കാൾ ഒരുപാട് ആദരവും നൽകിയിട്ടുണ്ട് എന്നതും വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മകൻ അഥവാ മനുഷ്യനെ നാം ഏറെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. നമ്മുടെ വിശേഷ ബുദ്ധി, നമ്മുടെ മറ്റ് കഴിവുകൾ, കണ്ണും കാതും ഹൃദയവും എല്ലാം ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാത്രമായി തന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യന് ജീവിതത്തിന്റെ വ്യക്തമായ ലക്ഷ്യം മനസ്സിലാക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ലക്ഷ്യം മനസ്സിലാക്കുക എന്നത്, ആ മനസ്സിലാക്കിയ ലക്ഷ്യത്തിനനുസരിച്ച് യാഥാർത്ഥ്യത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്നത് മനുഷ്യന്റെ ബാധ്യതയാണ്. എന്താണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കുവാനാണ്. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത് തന്റെ ആരാധനകൾ, തന്റെ പ്രാർത്ഥനകൾ, തന്റെ നേർച്ചകളും വഴിപാടുകളും എല്ലാം ആ റബ്ബിന് മാത്രം ആക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് 1,00,000-ലധികം അമ്പിയാക്കൾ മനുഷ്യരെ ഈ ഒരു ലക്ഷ്യം പഠിപ്പിക്കുവാൻ, തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പഠിപ്പിക്കാൻ നിയുക്തരായിട്ടുണ്ട്. അമ്പിയാക്കൾ എല്ലാവരും അക്കാര്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ തൗഹീദിന്റെ സ്ഥാനം, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ തൗഹീദ് എന്ന ആദർശത്തിനുള്ള സ്ഥാനവും അതിന്റെ പ്രാധാന്യതയും അത് നഷ്ടപ്പെടുമ്പോൾ അവനുണ്ടാകുന്ന ഇഹലോകത്തും പരലോകത്തും സംഭവിക്കാവുന്ന അവനുണ്ടാകുന്ന ശിക്ഷകൾ, അവന് വരാനിരിക്കുന്ന നഷ്ടങ്ങൾ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമമാക്കി വെച്ചതാണ്. സഹോദരന്മാരെ, തൗഹീദിന്റെ സ്ഥാനം നമുക്കറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ സൃഷ്ടാവിനോടുള്ള കടമകളിൽ ആദ്യത്തേതാണ് തൗഹീദ്. മനുഷ്യൻ ചെയ്യുന്ന നന്മകളിൽ ആദ്യത്തേതും ഉന്നതവുമാണ് തൗഹീദ്. പരലോക വിചാരണയിൽ ആദ്യത്തേതും ഗൗരവമേറിയതുമാണ് തൗഹീദ്. സ്വർഗം നിർബന്ധമാക്കുന്നതും അതിന്റെ അഭാവം നരകം നിർബന്ധമാക്കുന്നതുമാണ്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തൗഹീദ്. എല്ലാ പ്രവാചകന്മാരും ആദ്യമായി പ്രബോധനം ചെയ്ത സന്ദേശമാണ് തൗഹീദ്.
വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്ത് വിശദീകരിച്ച് പഠിപ്പിച്ച സന്ദേശമാണ് തൗഹീദ്. ഒരു മുസ്ലിം ചെയ്യുന്ന ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വീകരിക്കണമെങ്കിൽ അവൻ തൗഹീദുള്ളവനായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഈ ലോകത്ത് സന്മാർഗവും പരലോകത്ത് പൂർണ്ണമായ നിർഭയത്വവും നൽകുന്ന സന്ദേശമാണ് തൗഹീദ്. ബന്ധങ്ങൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം നമുക്കറിയാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, മുതിർന്നവരും ചെറുപ്പക്കാരും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. പരലോകത്ത് ആരുടെ ബന്ധമാണ് സ്വീകരിക്കപ്പെടുന്നത്? തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരുടെ ബന്ധം മാത്രമാണ് പരലോകത്ത് സ്വീകരിക്കപ്പെടുക എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചപ്പോൾ ആ പ്രവാചകന്മാരുടെ ഭാര്യമാർ നരകത്തിലാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ തൗഹീദ് നഷ്ടപ്പെട്ടത് കൊണ്ട് ചില പ്രവാചകന്മാരുടെ ഭാര്യമാർ നരകത്തിലാണ്, ചില പ്രവാചകന്മാരുടെ പിതാവും മകനും നരകത്തിലാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. എന്തുകൊണ്ട്? തൗഹീദി ആദർശത്തിൽ ഊന്നിയ ഒരു ജീവിതം നയിക്കാത്തത് കൊണ്ട് പ്രവാചകന്മാർക്ക് പോലും അവരുടെ ഭാര്യമാരെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, അവരുടെ പിതാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, അവരുടെ മക്കളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന തൗഹീദിന്റെ പഠനം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നാണ് എനിക്ക് ആദ്യമായി ഉണർത്താനുള്ളത്. മനുഷ്യബന്ധങ്ങൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം പലപ്പോഴായി അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങൾക്ക് വലിയ പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അതൊരിക്കലും മുറിഞ്ഞു പോകരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുന്നതല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത്രമാത്രം പ്രാധാന്യതയുള്ള ബന്ധം പോലും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്നത് തൗഹീദിലൂന്നിയ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. മഹാനായ നൂഹ് അലൈഹിസ്സലാമിന്റെയും ലൂത്ത് അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അവര് രണ്ടുപേരും നരകത്തിലാണ് എന്നാണ്. ലോകം കണ്ട ധിക്കാരി ഫിർഔൻ, ആ ഫിർഔനിന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവര് സ്വർഗത്തിലാണ് എന്നാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത് അദ്ദേഹം നരകത്തിലാണ് എന്നാണ്. മഹാനായ നൂഹ് അലൈഹിസ്സലാമിന്റെ ഒരു മകൻ നരകത്തിലാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പ്രബോധന പ്രവർത്തന ജീവിതത്തിനിടയിൽ താങ്ങും തണലും അത്താണിയുമായി ജീവിച്ച അബൂ ത്വാലിബ് നരകത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തേ കാരണം? ഈ ബന്ധങ്ങൾക്ക് പരലോകത്ത് സ്ഥാനമില്ലാതെയായത്, ആ ബന്ധങ്ങൾ കൊണ്ടുള്ള നേട്ടം പരലോകത്ത് അത് ലഭിക്കാതിരുന്നത് തൗഹീദിലൂന്നിയ ഒരു ജീവിതം അവർക്ക് ലഭിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അതിന്റെ കൃത്യമായ ആദർശം പഠിക്കുക, ആ ആദർശ വീതിയിൽ ജീവിക്കുക, നമ്മുടെ ഭാര്യമാരെയും മക്കളെയെങ്കിലും ആ ആദർശത്തിലൂന്നിയ ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ പ്രചോദനം നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പരലോകത്ത് അറ്റുപോകും എന്ന കാര്യം വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം. സഹോദരന്മാരെ, സഹോദരികളെ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പച്ചവെള്ളം പോലെ ലളിതമായ ഒരു ആദർശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? നിങ്ങൾക്ക് ഈ ഭൂമികം നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചു തന്നത് ആരാണ്? നിങ്ങളുടെ ഹൃദയത്തിന്റെ മിടുപ്പുകൾ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങളുടെ വിചാരങ്ങൾ അറിയുന്നത് ആരാണ്? നാളത്തെ കാര്യം അറിയുന്നത് ആരാണ്? സർവശക്തനാരാണ്? ആകാശത്ത് സൃഷ്ടിച്ചത് ആരാണ്? അവിടെ നിന്ന് മഴവെള്ളം ചൊരിയുന്നത് ആരാണ്? നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാണ്?
ഈ പ്രപഞ്ചത്തിലുള്ള ചെറുതും വലുതുമായ ഏതൊക്കെ അനുഗ്രഹങ്ങളാണോ നിങ്ങൾ ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത്, അതെല്ലാം തയ്യാർ ചെയ്തത് ആരാണ്? അതിന്റെ മറുപടിയാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനിൽ മാത്രമേ അഭയം തേടാവൂ എന്ന കലിമത്തു തൗഹീദിന്റെ സന്ദേശം ഇതാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പ്രചരിപ്പിച്ചത്, പഠിപ്പിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരന്മാരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യക്തമായ ലളിതമായ ആദർശത്തിൽ നിന്ന് മുസ്ലിം സമൂഹം പോലും അകന്നകന്നു പോകുന്നു. ബഹുമാനപ്പെട്ട MP അടക്കം അത് സമ്മതിച്ചുകൊണ്ടാണ് നമ്മോട് അഭിസംബോധന ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കലിമത്തു തൗഹീദിന്റെ സന്ദേശത്തിൽ നിന്ന് മുസ്ലിം സമൂഹം അകന്നപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അവൻ മുഖേന മാത്രം ഏതൊക്കെ സഫലീകരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടോ, അതിനെല്ലാം ഈ ഭൂമുഖത്ത് വ്യക്തികളുണ്ടായി, സൃഷ്ടികളുണ്ടായി, കേന്ദ്രങ്ങളുണ്ടായി. ആ വ്യക്തികളിലേക്ക്, സൃഷ്ടികളിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക് ആ നിലക്ക് ചെല്ലുമ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള വ്യതിചലനമാണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുള്ള അകൽച്ചയാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹി അടക്കമത ഈ മുസ്ലിം ലോകത്തോട് ചോദിക്കുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ കഴിയും? അതിനുള്ള അർഹത എന്താണ് എന്നാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹി ചോദിച്ചത്. എന്തേ കാരണം? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു വല്ലാതെ മറ്റൊരാളില്ല, ആരാധ്യനായി മറ്റാരുമില്ല എന്ന് പറയുമ്പോഴും നിന്റെ മനസ്സിലതാ ഒരുപാട് ആരാധ്യന്മാർ. കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക, അല്ലാഹ്ക്ക് പുറമെ രക്ഷ കിട്ടാൻ, സഹായം കിട്ടാൻ നീ തേടിപ്പോകുന്ന കേന്ദ്രങ്ങളും വ്യക്തികളുമുണ്ടല്ലോ, അത് നിന്റെ മനസ്സിൽ നീ നാട്ടിയ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്കുണ്ടായിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എത്ര തവണ ഉച്ചരിച്ചാലും അതിന്റെ നേട്ടം ഇഹലോകത്തോ പരലോകത്തോ നിനക്ക് ലഭ്യമല്ല. ആരാണ് പഠിപ്പിക്കുന്നത്? മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത്, വഅൻത തക്ദിബു ഹത്താ ഫീ സ്വലാതിക, നീ നിന്റെ നമസ്കാരത്തിലടക്കം കള്ളമാണ് പറയുന്നത്. എന്താ കാരണം? വഅൻത തഖൂലു അല്ലാഹു അക്ബർ, നമസ്കാരത്തിൽ ആവർത്തിച്ച് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ, അവനാണ് സർവശക്തൻ, അവനാണ് വലിയവൻ എന്ന് നീ പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് കള്ളമാണ്, അത് കളവാണ്. എന്തുകൊണ്ടാണത് കളവായത്? വഫീ ഖൽബിക ആലാഫും മിനൽ ആലിഹ, അല്ലാഹു മഹാൻ എന്ന് പറയുമ്പോഴും അത് പറഞ്ഞ് നമസ്കരിക്കുമ്പോഴും ആ നമസ്കാരം കഴിഞ്ഞ് നീ തേടിപ്പോകുന്നത് അല്ലാഹു വല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക്. ഒരുപാട് ആരാധ്യന്മാർ, ആയിരക്കണക്കിന് ആരാധ്യന്മാർ നിന്റെ മനസ്സിൽ നാട്ടിക്കൊണ്ടാണ്, ആ നിലക്ക് വിശ്വസിച്ചുകൊണ്ടാണ് നീ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ആ അല്ലാഹു അക്ബർ കൊണ്ട് കാര്യമില്ല എന്നാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹി പഠിപ്പിച്ചത്. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ കൃത്യമായ ആദർശം അള്ളാഹുവിന് മാത്രം അവന്റെ ആരാധനകൾ, അവന് വേണ്ട പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്നതാണ്. അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പഠിപ്പിച്ചു. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അള്ളാഹുവാണ് ഈ ഭൂമുഖത്ത് നിങ്ങൾക്ക് വേണ്ടി വാസയോഗ്യമാക്കി തന്നവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു കെട്ടിടം പോലെ സംവിധാനിച്ചവൻ, ആകാശത്ത് നിന്ന് മഴവെള്ളം ചൊരിഞ്ഞു തന്നവൻ. വറസഖക വസവ്വറകും അഹ്സന സുവറക്കും, നിങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല മറ്റു ജീവജാലങ്ങളെക്കാൾ, മറ്റു സൃഷ്ടികളെക്കാൾ നിങ്ങൾക്ക് സൗന്ദര്യം തന്ന്, നിങ്ങൾക്ക് ആരോഗ്യം തന്ന്, നിങ്ങൾക്ക് കഴിവുകൾ തന്ന് നിങ്ങളെ ബഹുമാനിച്ചവനാണവൻ. വറസഖകും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും വിശിഷ്ടമായത് തിന്നാനും കുടിക്കാനും അല്ലാഹ് നിങ്ങൾക്ക് ഏകിയിരിക്കുകയാണ്. ആ അല്ലാഹയാണ് ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവ് എത്രമാത്രം ബർക്കത്തുടയവനാണ്, എത്രമാത്രം അനുഗ്രഹീതനാണ്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, ഹുവൽ ഹയ്യു, അവൻ മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ.
ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ സകല സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി തന്ന, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ വിചാര വികാരങ്ങൾ അറിയുന്ന ആ റബ്ബുണ്ടല്ലോ, ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ആ റബ്ബിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യണം, ആ റബ്ബിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ തൗഹീദിന്റെ മർമ്മമായി വളരെ പ്രധാനപ്പെട്ട ഒരു വശമായി പഠിപ്പിക്കുന്നത്. ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ നോക്കിക്കൊണ്ട് ഈ മുസ്ലിമീങ്ങളെല്ലാവരും അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, അവനോട് മാത്രമാണ് ദുആ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനൊക്കുമോ, പറയാനൊക്കുമോ? ഇല്ല. മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം പോലും പഠിപ്പിച്ചത് തൗഹീദാണ്. പക്ഷേ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമുദായത്തെ, ഭൂരിപക്ഷ മുസ്ലിമീങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പഠിപ്പിച്ചത് എന്താണ്? ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ ഒരു പള്ളിക്ക് സമാനമായി നീ കാണണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയാകുന്ന ഹൃദയത്തിൽ നിന്ന് അല്ലാഹു വല്ലാത്തവരോട് നീ ദുആ ചെയ്യല്ലേ. കമാ ഖാല അസ്സ വജല്ല, റബ്ബ് പഠിപ്പിച്ച പോലെ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിൻ്റെതാണ്, ആ പള്ളികൾ പവിത്രമാണ്, അത് അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു വല്ലാത്തവരോട് ദുആ ചെയ്യരുത് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ഈ വചനം റസൂലുള്ളാഹിക്ക് അവതരിക്കപ്പെടാൻ ഒരു കാരണമായി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ അതാ ഹദീസിലൂടെ തെളിവുദ്ധരിക്കുന്നു മുഫസ്സിറുകൾ. എന്താണ് അവർ പറഞ്ഞത്? ജൂത സമൂഹം അവരുടെ മഠങ്ങളിൽ കയറി ചെന്നാൽ ഉസൈർ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചിരുന്നു. ക്രിസ്തു സമൂഹം, ക്രിസ്ത്യാനികൾ, നസ്വാറാക്കൾ അവരുടെ ചർച്ചുകളിൽ കയറി ചെന്നാൽ മഹാനായ ഈസ നബിയോട് പ്രാർത്ഥിച്ചിരുന്നു. രണ്ട് മഹാന്മാരായ പ്രവാചകന്മാരോട് അവരുടെ മഠങ്ങളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് ആയത്തിറക്കുന്നത്. ആ സമൂഹങ്ങൾ അവരുടെ പ്രവാചകന്മാരോട് അവരുടെ ആരാധനാലയങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കും പോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, ഈ ഉമ്മത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ എന്ന് കൃത്യമായി പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അപ്പോ അള്ളാന്റെ ഭവനങ്ങളിൽ വെച്ച് മഹാനായ ഉസൈർ നബി അലൈഹി ഇസ്ലാമിനോട് പോലും പ്രാർത്ഥിക്കാൻ പാടില്ല, ഈസ നബിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നിട്ടല്ലേ മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷൈഖ് മുഹിയുദ്ദീൻ മുറാദി എന്ന് പ്രാർത്ഥിക്കുക? പാടില്ല, പാടില്ല. അത് തൗഹീദിന് വിരുദ്ധമാണ്. മുഹയ്യുദ്ദീൻ ഷെയ്ഖ് പഠിപ്പിച്ചതുപോലും അതാണ്. ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, അള്ളാന്റെ സൃഷ്ടികളോട് ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും ആ സൃഷ്ടികളോട് ആവലാതിപ്പെടരുത്. ഫദാലിക ഇശ്റാകും മിൻ കബി, അതിനെ ചെയ്യുന്ന ഗുരുതരമായ പാപമാണ്, വൻ പാപമാണ്, ശിർക്കാണ്. ആ ശിർക്കുണ്ടല്ലോ, നീ ചെയ്താൽ നിന്റെ അമലുകൾ ബാത്തിലാകും, നരകം ശാശ്വതമാകും, സ്വർഗം ഹറാമാകും, നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പോലും പറഞ്ഞതെന്താ? ലാ തസ്തഗിൽ ബിൽ ഖൽഖ് ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈ, നീ സൃഷ്ടികളോടല്ല ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മുഴുകേണ്ടത്, മറിച്ച് അള്ളാഹുവിനോടാണ്, ആ റബ്ബിനോട്. എന്തുകൊണ്ട് സഹോദരന്മാരെ? ആ റബ്ബാണ് സർവശക്തൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവന്റെ തൗഹീദ് സ്ഥാപിച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ ഏത് കാലഘട്ടങ്ങളിലും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയി ജീവിച്ച സമൂഹത്തിനുണ്ടാകുന്ന, അവർക്കുണ്ടായിട്ടുള്ള, അവർ വാദിച്ച വാദങ്ങൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ എടുത്തു പറഞ്ഞു. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ വാദങ്ങൾ ഉണ്ടായിരുന്നു. അവർ അള്ളാഹുവിന് പുറമെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വാദം എന്താണ്? അള്ളാഹ് പറഞ്ഞു തന്നു. അവർ പറഞ്ഞത് ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരിലേക്ക് തിരിയുന്നത് എന്ന വാദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗണ്ണിച്ചു പറഞ്ഞു. നിങ്ങൾ അവരിലൂടെ അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ നിങ്ങളോട് സമീപസ്ഥനാണ് ഞാൻ. നിങ്ങളെ കണ്ടും കേട്ടും നിങ്ങളെ നിരീക്ഷിച്ചും നിങ്ങളെ ഹൃദയത്തിന്റെ വിചാര വികാരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാനുണ്ട്. യഅലമു ഖായിനത്തൽ അഅ്യുനി
വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവനാണ് റബ്ബ്. യഅലമു സിർറക്കും വജഹറക്കും വയഅലമു മാ തക്സിബൂൻ, നിങ്ങളുടെ രഹസ്യം അറിയുന്ന, നിങ്ങളുടെ പരസ്യം അറിയുന്ന, നിങ്ങൾ എന്ത് സമ്പാദിക്കുന്നുവോ അതൊക്കെ അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ് എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാദത്തെ ഗണ്ണിച്ചു. അതുപോലെ പലരും വാദിച്ചു, മഹാന്മാരായ ഔലിയാക്കളും ശുഹദാക്കളും അമ്പിയാക്കളുമായവർ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നത് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തിരുത്തി. ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഅക്കും, നിങ്ങൾ അല്ലാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ടോ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, അവർ കേട്ടു എന്നാണ് സങ്കല്പിച്ചതെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തതാ നിങ്ങൾ ഇവരോട് ദുആ ചെയ്തു എന്ന് പറഞ്ഞ ആ ശിർക്കുണ്ടല്ലോ, ആ ശിർക്കിനെ ഇവരൊക്കെ നിഷേധിച്ചു കളയും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ റബ്ബിനെ പോലെ ഇക്കാര്യം പറഞ്ഞു തരാൻ മറ്റൊരാളില്ല കേട്ടോ. പലരും ഈ ആയത്തുകൾ മുജാഹിദുകൾ ഉദ്ധരിക്കുമ്പോൾ പറയാറുള്ളത് അതൊക്കെ ബിംബങ്ങളെ ആരാധിച്ച, വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചവരെ കുറിച്ചല്ലേ. ശരിയാണ് സഹോദരന്മാര്, അവർക്കും അത് ബാധകമാണ്. നിങ്ങൾ നാട്ടിവെച്ച വിഗ്രഹങ്ങളോ ആ വിഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അമ്പിയാക്കളോ ഔലിയാക്കളോ ശുഹദാക്കളോ ആരും തന്നെ പ്രാർത്ഥന കേൾക്കുന്നതല്ല. മറിച്ചത് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന മുഫസ്സിറുകൾ തന്നെ രേഖപ്പെടുത്തുന്നു, ഈ ആയത്തിന്റെ പരിധിയിൽ വിഗ്രഹങ്ങളും ബിംബങ്ങളും പെടും. മാത്രവുമല്ല ഈ ആയത്തിന്റെ പരിധിയിൽ അതാ കല്ലംബിയാഇ വൽ മലായികത്തി വശയാതീനി വൽ ജിന്നി, മുഫസ്സിറുകൾ അതാ രേഖപ്പെടുത്തുകയാണ് ഈ ആയത്തിന്റെ പരിധിയിൽ അമ്പിയാക്കൾ വരും, അതുപോലെ മലക്കുകൾ വരും, ജിന്നുകൾ വരും, പിശാചുക്കൾ വരും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അമ്പിയാക്കളോടാണെങ്കിൽ, അവന്റെ മുഖറബുകളായ മലക്കുകളോടാണെങ്കിൽ അവരാരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയോ ഉത്തരം ചെയ്യുകയോ ഇല്ല. സഹോദരന്മാര്, ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ അതാ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ പോലും ഉണ്ടാകുന്ന എല്ലാ ന്യായങ്ങളെയും ഗണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തരുന്നത്. പലരും അതാ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്വലാത്ത് പറമ്പിൽ കിടക്കുന്ന, ആ സ്വലാത്ത് പറമ്പിൽ നടക്കുന്ന സ്വലാത്തുണ്ടല്ലോ, മദീനത്തെ മസ്ജിദുൻ നബിയോട് ഒരത്ത് കഴിയുന്ന ഖബറിൽ കിടക്കുന്ന റസൂലുള്ള കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുപോലെ റസൂലുള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പോലും കഴിയുമെന്നതാ അൽ-ഇർഫാദ് മാസികയിൽ പോലും അതാ രേഖപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം അബദ്ധ ജടിലമായ വാദങ്ങളാണ് നിസ്സാരമാക്കിക്കൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട MP പറഞ്ഞല്ലോ, ശിർക്ക് സ്ഥാപിക്കാൻ അതാ വളരെ ലളിതമായ അവതരണങ്ങളിലൂടെ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. യഥാ സഹോദരന്മാര്, അമ്പിയാക്കളോ ഔലിയാക്കളോ ശുഹദാക്കളോ അവര് മരണപ്പെട്ടു എന്നതുകൊണ്ട് അവരുടെ മഹത്വം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവർ എത്ര മഹത്വമുള്ളവരാണ് ജീവിതകാലത്ത്, അതേ മഹത്വം മരണപ്പെട്ടാലുമുണ്ട്. പക്ഷേ അമ്പിയാക്കളോ ഔലിയാക്കളോ ശുഹദാക്കളോ മരണപ്പെട്ട് കഴിയുന്ന ബർസഖി ലോകത്ത്, ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. മറിച്ചതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവരും അതുപോലെ ഉറങ്ങിക്കിടക്കുന്നവർ പോലും ലോകത്ത് നടക്കുന്ന ഒരു സംഭവവും അറിയുന്നില്ല എന്നതിന് തെളിവായിട്ടതാ രണ്ട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഏതാണ് ആ രണ്ട് സംഭവങ്ങൾ? സൂറത്തുൽ ബഖറയിലെ 259-ാമത്തെ വചനത്തിലുണ്ട്, ഔ കല്ലദീ മറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന വചനത്തിൽ അതാ ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസ, ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 100 വർഷക്കാലം മരിപ്പിച്ചു കിടത്തി. 100 വർഷക്കാലം മരിപ്പിച്ചു കിടത്തി. സുമ്മ ബഅസ, പിന്നെ ജീവിപ്പിച്ചു. എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, കം ലബിസ്ത, എത്ര കാലമാണ് ഇങ്ങനെ മരിച്ചു കിടന്നത് എന്ന്. ആ മനുഷ്യന്റെ മറുപടി, ലബിസ്തു യൗമൻ ഔ ബഅള യൗം, ഒരു ദിവസം, അതിൽ ചില ഭാഗം മാത്രം. അല്ലാഹ് തിരുത്തി, ബൽ ലബിസ്ത മിഅത ആം, ഒരു ദിവസമല്ല, അതിൽ ചില ഭാഗമല്ല താങ്കൾ മരിച്ചു കിടന്നത്, മറിച്ച് 100 വർഷക്കാലം മരിച്ചു കിടന്നിട്ടുണ്ട്.
മുഫസ്സിറുകൾ അതാ രേഖപ്പെടുത്തുകയാണ്, ഈ 100 വർഷക്കാലം മരിച്ചു കിടന്ന വ്യക്തി മഹാനായ ഉസൈർ അലൈഹിസ്സലാമാണെന്ന്. എന്ന് പറഞ്ഞാൽ ഹക്കും ജാഹും ബർക്കത്തുമുള്ള മുഅ്ജിസത്ത് കറാമത്തുള്ള അള്ളാന്റെ ഇഷ്ടദാസനായ അവന്റെ മുഖറബായ ഒരു നബിയാണ്. 100 വർഷക്കാലം മരിച്ചു കിടന്നിട്ട് എത്ര കാലമാണ് മരിച്ചു കിടന്നത് എന്ന് പോലും പറയാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ പ്രകടിപ്പിച്ചത്. ഇതൊരു സംഭവം സഹോദരന്മാര്. അടുത്ത സംഭവം അള്ളാഹു നേരത്തെ ഇവിടെ വിശദീകരിച്ചല്ലോ. അസ്ഹാബുൽ കഹ്ഫിന് അള്ളാഹ് സൂര്യന്റെ വെളിച്ചത്തിൽ നിന്ന് പകൽ തണൽ നൽകിക്കൊണ്ട് സഹായിച്ചു എന്ന്. അസ്ഹാബുൽ കഹ്ഫ് ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹ് തന്നെ ഔലിയാക്കളാണെന്ന് പറഞ്ഞു തന്ന ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ സ്ഥിതി എന്താണ്? ആ ഗുഹയിലക 309 വർഷം അവരതാ ഉറങ്ങിക്കഴിയുകയാണ്. അവര് മരിച്ചിട്ടില്ലല്ലോ. തഹ്സബുഹും ഐഖാല വഹും റുഖൂദ്. അവരുറങ്ങുകയാണെന്ന് ഒരുപക്ഷെ കണ്ടാൽ തോന്നും, പക്ഷെ അവരുണർന്നിരിക്കുകയാണെന്ന് തോന്നും. വഹും റുഖൂദ്, അവർ ഉറങ്ങിക്കഴിയുകയാണ് എന്നല്ലേ അല്ല പറഞ്ഞത്. മരിച്ചിട്ടില്ല അവർ. 309 വർഷം അവരടാ ഉറങ്ങിക്കഴിയുകയാണ്. 310ാമത്തെ വർഷം അതാ അവരെ അള്ളാഹു ഉണർത്തുകയാണ്. അവരതാ കയ്യിലുള്ള നാണയത്തുട്ടുമായി മാർക്കറ്റിലേക്ക്, ചന്തയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ നാണയം കണ്ട് ആളുകൾ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ എവിടത്തുകാരാണെന്ന് അന്വേഷിക്കുകയാണ്. നാട് മാറിയത്, രാജാവ് മാറിയത്, ഭരണം മാറിയത്, നാണയം മാറിയത്, സംസ്കാരം മാറിയത് അവരറിഞ്ഞിട്ടില്ല. ആരാ സഹോദരന്മാര്? സാധാരണക്കാരല്ല. കറാമത്ത് കിട്ടിയ ഹക്കും ജാഹും ബർക്കത്തുമുള്ള ഔലിയാക്കൾ 309 വർഷം ഉറങ്ങിക്കിടന്നപ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. ഉസൈർ അലൈഹിസ്സലാം 100 വർഷക്കാലം മരിച്ചു കിടന്നപ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ അറിഞ്ഞില്ല. ഈ 2 സംഭവവികാസങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ല സമർത്ഥിക്കുന്നത് എന്താണെന്നറിയുമോ? മരണപ്പെട്ടവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഉറങ്ങിക്കഴിയുന്നവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു മാത്രമാണ്. അവൻ ആരാധനക്കർഹനായ അവൻ മാത്രമാണ്. അൽ ഹയ്യു, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, അവനെന്നും നിലനിൽക്കുന്നവനാണ്. ലാ തഖുദുഹു സിനതും വലാ നൗം, ഉറക്കമോ മയക്കമോ ക്ഷീണമോ അവനെ പിടികൂടുന്നതല്ല. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ നീ ഭരമേൽപ്പിച്ചോ എന്ന് പഠിപ്പിക്കാനാണ്. സഹോദരന്മാരെ, അപ്പോ നാട്ടിലുള്ള ഭൂരിപക്ഷത്തിലുള്ള എല്ലാ ന്യായങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടാണ് അല്ല തൗഹീദ് സ്ഥാപിക്കുന്നത്. കേൾക്കുമെന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞു കേൾക്കില്ല. ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ കാണുമറിയുമെന്ന് പറഞ്ഞപ്പോ കാണില്ല, കേൾക്കില്ല. മരണപ്പെട്ടവർ ബർസഖി ലോകത്ത് കഴിഞ്ഞുകൂടുകയാണ്. അവർക്ക് അല്ലാഹു വെച്ച സുഖസൗകര്യങ്ങൾ അവിടെയുണ്ട്. ആ സ്വർഗീയമായ അനുഭൂതി അനുഭവിച്ചുകൊണ്ടാണ് അവർ കഴിയുന്നത്. അല്ലാതെ ഭൂമിക്ക് മുകളിലുള്ള സംഭവങ്ങൾ അറിയുമെന്നല്ല. ഇനിയതാ സഹോദരന്മാരെ, സാധാരണ ആളുകൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ എന്തുകൊണ്ടാണ് കെട്ടിപ്പൊക്കിയ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത്, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നവരോട് ദുആ ചെയ്യുന്നത്, ഇന്നവരോട് ഞങ്ങളെ സങ്കടം പറയുന്നത്, അവർക്കൊക്കെ അദൃശ്യം അറിയുമെന്നത് കൊണ്ടാണ്. അല്ല പറഞ്ഞു അവർക്കാർക്കും അദൃശ്യം അറിയില്ല. കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കണം, ആകാശഭൂമികളിൽ അദൃശ്യമുണ്ടല്ലോ, അല്ലാഹുവല്ലാതെ മറ്റാർക്കും അറിയില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളാവട്ടെ, അമ്പിയാക്കളും ഔലിയാക്കളും ആവട്ടെ, അവരാരും തന്നെ എന്നാണ് രണ്ടാമതായി പരലോകത്ത് എഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യം പോലും അവർക്കറിയില്ല. സഹോദര, ഖണ്ഡിച്ചു തന്നെ അല്ല പറയുകയാണ്, ആകാശഭൂമികളിലുള്ള അദൃശ്യം അല്ലാഹുവല്ലാത്ത മറ്റാർക്കും അറിയില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അല്ല നസ്സായി പഠിപ്പിച്ച ഈ ഒരു വിശ്വാസമാണോ മുസ്ലിം ഭൂരിപക്ഷത്തിനുള്ളത്? അല്ല. അവര് പാടിപ്പടിക്കുന്നത് എന്താണ്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. ഒരു കുപ്പിയുടെ ഉള്ളിലുള്ള വസ്തു എത്ര ക്ലിയറായി വ്യക്തമായി കാണുന്നുവോ അതുപോലെ നിങ്ങളുടെ നെഞ്ചകത്തുള്ളത് അറിയുമെന്ന് മുഹയ്യുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ്. സാക്ഷാൽ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞതിന് ഒരു രേഖ പോലും അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളിലില്ല. മറിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി ആരോ എഴുതിവിട്ട് പറഞ്ഞുണ്ടാക്കിയ വാറോലയാണത്.
മറിച്ച് അദ്ദേഹം പോലും പഠിപ്പിച്ചത് വിശ്വസിപ്പിച്ചത് അതല്ല, അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചത് അള്ളാഹുവിന് മാത്രമാണ് ഗൈബ് എന്നാണ്. സഹോദരന്മാരെ, എന്നാൽ ഇവിടെ അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയുമെന്ന് സ്ഥാപിക്കാനതാ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ്. എങ്ങനെയാണ് ദുർവ്യാഖ്യാനിച്ചത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫതാവ മുഹ്യിസുന്ന എന്ന പുസ്തകത്തിലുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയുമോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയുമെന്നാണ്. ഏതാണ് ആയത്ത്? അല്ലാഹു ഖുർആനിലൂടെ ഒരായത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ. അല്ലാഹു അദൃശ്യം അറിയുന്നവനാണ്, അവന്റെ അദൃശ്യങ്ങളെ മറ്റാർക്കും അവൻ അറിയിച്ചു കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ് ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെട്ട ദൂതനല്ലാതെ. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ അനിവാര്യമായ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു ചില ഗൈബുകളെ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും അമ്പിയാക്കൾക്ക് പോലും യഥേഷ്ടം ഗൈബ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗൈബ് അറിയാൻ അവർക്ക് പോലും സാധിച്ചിട്ടില്ലല്ലോ. മഹാനായ ഇബ്രാഹിം നബിയുടെ അടുത്തതാ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നല്ലോ. ഇബ്രാഹിം നബിക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ വേഗം ഭക്ഷണമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടത്. മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കാണാതെ പോയിട്ട് പിതാവായ യാക്കൂബ് അലൈഹി ഇസ്ലാം കരഞ്ഞ് കരഞ്ഞ് കാഴ്ച പോലും നഷ്ടപ്പെട്ടു എന്നല്ലേ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ യഥേഷ്ടം ഗൈബ് അറിയാത്തത് കൊണ്ട്. സ്വന്തം ഭാര്യയെ കുറിച്ച് ഇല്ലാത്ത പ്രചരണം ഉണ്ടായപ്പോ റസൂലുള്ളാഹിക്ക് പോലും ഒരു മാസക്കാലം കഴിഞ്ഞിട്ടല്ലേ ആ പ്രചരണം നടത്തിയത് ചില ആളുകളാണെന്ന് ബോധ്യമായത്. ഒരു കൂട്ടം ആളുകൾ വന്ന് പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്, അവർക്ക് ഖുർആൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള 70ഓളം സഹാബത്തിന് വിട്ടുകൊടുത്തില്ലേ? അവരെ കൊണ്ടുപോയി വഞ്ചിച്ചു കൊന്നില്ലേ? റസൂലുള്ള കൊല്ലാൻ വിട്ടതാണോ? എന്തേ അത് സംഭവിച്ചത്? ഗൈബ് അറിയാത്തത് കൊണ്ടാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പോലും പറഞ്ഞത് എന്താണ്? മൻ സഅമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅലമു മാ യകൂനു ഫീ ഗദ്. ആരെങ്കിലും വാദിക്കുകയാണ് റസൂലുള്ളാഹിക്ക് നാളത്തെ കാര്യം അറിയുമെന്ന് വാദിച്ചാൽ ഫഖദ് അഅ്ളമൽ ഫരിയത അലല്ലാഹ്, അവർ അല്ലാഹുവിന്റെ മേലെ വമ്പിച്ച കളവാണ് വെച്ച് കെട്ടിയത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആയത്തോടുകയാണ് ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. അവരെ മനസ്സിലാക്കിയ വിശ്വാസമാണോ നമ്മുടെ നാട്ടിലുള്ളത്? അല്ല. എന്നിട്ട് നാട്ടുകാരെ അള്ളാഹു അല്ലാത്ത ഗൈബ് അറിയുമെന്ന് സ്ഥാപിക്കാൻ എന്താ ചെയ്യുന്നത്? ഇല്ലാ മൻ ഇർതലാ മിൻ റസൂൽ എന്ന് അല്ലാഹു പറഞ്ഞ വചനത്തെ ദുർവ്യാഖ്യാനിച്ചു. എങ്ങനെയാണ് ദുർവ്യാഖ്യാനിച്ചത്? പൊന്മളതന്റെ പുസ്തകത്തിൽ എഴുതിയത് റസൂൽ എന്നതിന് വ്യക്തി എന്ന അർത്ഥം പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു തൃപ്തിപ്പെട്ട വ്യക്തികൾ കൊഴിച്ച് റസൂൽ എന്ന അറബി പദത്തിന് ഡിക്ഷണറിയിൽ പോലും വ്യക്തി എന്നർത്ഥമില്ല. പിന്നെന്തിനാണ് വ്യക്തി എന്ന അർത്ഥം നൽകിയത്? മുഹയ്യുദ്ദീൻ ഷെയ്ഖ് വ്യക്തിയാണ്, മമ്പറന്തങ്ങൾ വ്യക്തിയാണ്, മുനമ്പത്തബി വ്യക്തിയാണ്, അമ്പിയാക്കളും വ്യക്തികളാണല്ലോ. അപ്പൊ എല്ലാവരും അതിൽ പെട്ടു എന്ന് വരുത്തി തീർത്താനാണ്. എന്നാൽ കണ്ടോളൂ സഹോദരന്മാരെ, ഇതേ വചനമത ഈ സമസ്തക്കാരായ ആളുകൾ അവരുടെ അഖീദാ പുസ്തകം മദ്രസ പുസ്തകത്തിലെ 5ാം ക്ലാസ്സിലേക്ക് വേണ്ടി തയ്യാറാക്കിയ അഖീദാ പുസ്തകത്തിൽ ഇൽമുൽ ഗൈബ് എന്ന അധ്യായത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഗൈബ് അറിയിക്കും എന്നതിനതാ ഇതേ ആയത്ത് സൂറത്തുൽ ജിന്നിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. ദുർവ്യാഖ്യാനിക്കുക മാത്രമല്ല, ആയത്തിനെ അതിന്റെ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ച് കഷ്ണമാക്കി എടുത്തുകൊണ്ടാണ് അവർ അവതരിപ്പിച്ചത്. അവരെ ആ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഖാലല്ലാഹു തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അള്ളാഹു അദൃശ്യങ്ങളെ അറിയുന്നവനാണ്, അവന്റെ അദൃശ്യങ്ങളെ അള്ളാഹു ഒരാൾക്കും അറിയിച്ചു കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലാ മൻ ഇർതലാ എന്ന് വരെ കൊടുത്തിട്ട് സൂറത്തുൽ ജിന്ന് 26 ആ ആയത്ത് പൂർണ്ണമാകുന്നത് എവിടെയാണ്? ഇല്ലാ മൻ ഇർതലാ മിൻ റസൂൽ എന്നിടത്താണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പോലും ഇല്ലാ മൻ ഇർതലാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാടില്ല. എന്തിനാ അവസാനിപ്പിച്ചത്? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കൊക്കെ ഗൈബ് അറിയിച്ചു കൊടുക്കും എന്നറിയിക്കാൻ. സഹോദര, തൗഹീദിന്റെ ഭാഗമാണ്. ആ തൗഹീദിന്റെ ആദർശം പൂർണ്ണമാകണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിൽ മാത്രമാണ് ഇൽമുൽ ഗൈബ് എന്ന് പഠിക്കണം.
പക്ഷെ അതല്ല സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് ആളുകൾ പോകുന്നു. എനിക്ക് വിശദമായി സംസാരിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ചുരുക്കുകയാണ്. തൗഹീദിന്റെ വിഷയം നമ്മൾ ഓരോരുത്തരും പഠിക്കണം എന്ന് മാത്രമല്ല, ഈ തൗഹീദി ആദർശത്തിലൂടെ തന്നെയാണോ, അതിന്റെ പൂർണ്ണമായ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണോ നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക് തൗഹീദി ആദർശ വീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടോ, അവരിതിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ എന്ന ഒരു പരിശോധന ഇത്തരത്തിലുള്ള ക്യാമ്പുകളെങ്കിലും അനിവാര്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് ജീവിതത്തിൽ പകർത്തിയേ മതിയാകൂ. റസൂലുള്ള പറഞ്ഞ 1-2 ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. തൗഹീദി ജീവിതം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണ് അതിന്റെ വിഷയം. മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത്, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്നു. ഫയഖൂമു അലാ ജനാസതിഹി, അവന് വേണ്ടിയതാ മയ്യിത്ത് നമസ്കരിക്കുന്നു. 40 റജുല, 40ഓളം ആളുകൾ. മറ്റൊരു ഹദീസിൽ 100 എന്നുണ്ട്. 40 അല്ലെങ്കിൽ 100 വരുന്ന ആളുകളതാ ഒരു മുസ്ലിമിന് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുകയാണ്. ആരാണവർ? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. ഇന്നിപ്പോ മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലോകമാന്യമായി കൊണ്ടിരിക്കുകയാണ്. മരിച്ചോടത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു റിയാഇന്റെ കേന്ദ്രമാകാൻ. മുമ്പ് ആരോ പറഞ്ഞല്ലോ, മന്ത്രിയുടെ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ആളുകൾ അങ്ങോട്ട് ഓടിയെന്നാണ്. വഴിയിൽ വെച്ച് ആരോ പറഞ്ഞു, മന്ത്രിയുടെ മകനല്ല മരിച്ചത്, മന്ത്രിയാണ് മരിച്ചത്. അപ്പൊ വഴിയിൽ നിന്ന് ആളുകൾ തിരിഞ്ഞു പോകുന്നതാ. കാരണം മന്ത്രി മരിച്ചാൽ പിന്നെ മന്ത്രി നമ്മളെ കാണൂലല്ലോ, അവിടെ ആരൊക്കെ വന്നു ആരൊക്കെ അറിഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവല്ലോ, അത് നമുക്ക് തിരിച്ചു പോകാന്നാ. മയ്യിത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ മയ്യിത്തുമായി ബന്ധപ്പെട്ട് കൂടുന്നതൊക്കെ ജാടകളായി മാറിക്കൊണ്ടിരിക്കുക. റസൂലുള്ള പറയാണ്, ഒരാൾ മരിച്ചിട്ട് 40-100 ആളുകൾ നിസ്കരിക്കുകയാണ് അവന് വേണ്ടി. എങ്ങനത്തെ ആളുകൾ? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ. ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവരുടെ ശുപാർശ ആ മയ്യിത്ത് നമസ്കാരമുണ്ടല്ലോ അല്ലാഹു സ്വീകരിക്കും തീർച്ച. അപ്പൊ നമ്മൾ തൗഹീദോടുകൂടി മരിക്കുക, തൗഹീദുള്ള ആളുകൾ നിസ്കരിക്കുക, അതൊരു പരമപ്രധാനമായ കാര്യമാണ്. മറ്റൊരു ഹദീസിലുള്ളത്, റസൂലുള്ളാഹിന്റെ അടുക്കൽ അതാ ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ്, മന്നസ് അദുന്നാസി ബി ശഫാഅതിക യൗമൽ ഖിയാമ യാ റസൂലല്ലാഹ്, റസൂലേ, അന്ത്യനാളിൽ അങ്ങയുടെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരാരാണ്? റസൂലുള്ള നൽകുന്ന മറുപടി, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം പ്രഖ്യാപിച്ചവൻ ആര്, അങ്ങനെ ജീവിച്ചു മരിച്ചവൻ ആര്, അവർക്കാണ് എന്റെ ശുപാർശ ലഭിക്കുക എന്ന് പോലും റസൂലുള്ളാഹ്. ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസിലുള്ളത്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും അവര് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടുന്ന ഒരവസരമുണ്ടായിരുന്നു. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, എല്ലാ നബിമാരും അവരുടെ പ്രാർത്ഥനയുടെ അവസരം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, വഇന്നിഖ്തബഅതു ദഅവതി ശഫാഅതൻ ലി ഉമ്മതി യൗമൽ ഖിയാമ, എനിക്ക് കിട്ടിയ അവസരം ഞാൻ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു. അത് ആർക്കാ ലഭിക്കുക? അതെന്തിന്? എന്റെ ഉമ്മത്തിന് വേണ്ടി ശുപാർശ ചോദിച്ച് പ്രാർത്ഥിക്കാൻ. ഫഹിയ നായിലതുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ ആ ശുപാർശ ലഭിക്കും. ആർക്ക്? മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ ആരാണ് മരണപ്പെടുന്നത് അവർക്ക് എന്റെ പ്രാർത്ഥനയും ലഭിക്കും, എന്റെ ശുപാർശയും ലഭിക്കും, എന്നിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും പരലോകത്ത് ലഭിക്കും. സഹോദര, നിസ്സാരമായി കള്ളേണ്ട ഒന്നല്ല. ഇന്ന് നാട്ടിൽ ഖബർ സിയാറത്തിന്റെ പേരിൽ ഒരുപാട് ആചാരങ്ങൾ നടക്കുന്നു, ഖബർ കെട്ടിപ്പൊക്കുന്നു. ജൂത ക്രൈസ്തവരുടെ ആദർശമായിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു തന്നത്. ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നു, ഖബറുകൾ തവാഫും സഅയുമാകാമെന്ന ഫത്വകൾ നൽകുന്നു ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്ന നേരത്ത് പോലും ജൂത ക്രൈസ്തവർക്ക് ശാപം, അവർ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി എന്നതാണ്. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള തൗഹീദിന് വിപരീതമായ ശിർക്കിന്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടിലുടനീളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിസ്സാരമായി, അതിന് ശാഖാപരമായി അതിനെ അവഗണിക്കുന്ന പ്രവണത പലരിലും കാണാറുണ്ട്. അതുണ്ടാവരുത്. തൗഹീദിന്റെ ഗൗരവം അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണണം. അതിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ തൗഹീദിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ്
നമ്മൾ ഓരോരുത്തരും മുഴുകേണ്ടത്. ഒരുപാട് ശിർക്കൻ വിശ്വാസങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അത്തീറത്തു ശിർക്കുൻ, ശകുനം അത് ശിർക്കാണ്. ശകുനം പലതരത്തിലുണ്ടാകാറുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പക്ഷിയെ പറപ്പിക്കും. പക്ഷി വലത്തോട്ട് പറന്നാൽ ശുഭകരം, പക്ഷി ഇടത്തോട്ട് പറന്നാലോ ആ ദിവസം വളരെ മോശം. എന്നിട്ട് തീരുമാനിക്കും ദിവസങ്ങളിലെ നല്ലതും ചീത്തയും. അതുപോലെ ജാഹിലിയ കാലഘട്ടത്തിൽ അവരെ കൃഷി ചെയ്യും. ആ കൃഷി നല്ല വിളഞ്ഞിങ്ങനെ നിൽക്കുമ്പോ അവിടെ വരും ഒരു കോലം. നമ്മളെ നാട്ടിലുണ്ടല്ലോ. ഇപ്പൊ ഈ വഴിക്ക് പോന്നപ്പോ ഒരുപാട് വീടിന്റെ മുമ്പിൽ കണ്ടു മാപ്പിളക്കുപ്പായത്തിൽ വൈക്കോൽ നിറച്ച കോലം. മാപ്പിളക്കുപ്പായത്തിൽ വൈക്കോൽ നിറച്ച കോലം. ഇങ്ങണ്ട് നോക്കരുത്. എന്തിനാണത്? അതിന് പിരാക്ക് തട്ടും, അല്ലെങ്കിൽ വീടിന് വർക്കത്തുണ്ടാകും എന്ന വിശ്വാസം ജാഹിലിയത്തിലെ വിശ്വാസമാണ്. മുഹറം മാസത്തിലാണല്ലോ നമ്മളുള്ളത്. മുഹറം 1 മുതൽ 10 വരെ കല്യാണം പാടില്ല, വിവാഹാഘോഷം പാടില്ല, വിരുന്ന് പാടില്ല, ഒരു കച്ചവടം തുടങ്ങാൻ പാടില്ല. എന്താണ്? നഹസിന്റെ ദിനങ്ങളാണ്. ആര് പഠിപ്പിച്ചതാ? റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ല. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു തന്നത് അത് ജൂത ക്രൈസ്തവരുടെ വിശ്വാസമാണ് എന്നാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് ശിർക്കിന്റെ വഴികൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ആ ശിർക്കിന്റെ വഴികളെ പ്രമാണബദ്ധമായി തെളിയിച്ചു കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതോടൊപ്പം അവനവന്റെ ജീവനം തൗഹീദിൽ അധിഷ്ഠിതമാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ശ്രമങ്ങളിലും നമ്മൾ ഓരോരുത്തരും മുഴുകേണ്ടതുണ്ട്. അങ്ങനെ തൗഹീദിന്റെ ആദർശത്തിന്റെ ആ പ്രഭ നമ്മിലൂടെ സമൂഹത്തിലേക്ക് ലഭിക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ക്യാമ്പുകളും നമ്മുടെ പരിപാടികളും ഒക്കെ നടക്കുന്നത് എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ തൗഹീദിന്റെ മാർഗത്തിലുള്ള ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗികളായി കഴിഞ്ഞുകൂടുന്നവർക്ക് അല്ലാഹു രോഗശമനം നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.